S3 ഫിസിക്സ് ആണ്. S3 ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ടോപ്പ് എസ്സേ ആയിരിക്കും ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻറ്റ് എസ്സേയുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി കാണാം. അത് നല്ല ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് ടോപ്പ് 10 എസ്സേ ടോപ്പിക്ക് മാത്രമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഇൻ്റർഫറൻസ് എന്നാണ് പേര്. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പ് 2 എസ്സേ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർഫറൻസ് ഓഫ് തിൻ ഫിലിംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് കണക്ക് ന്യൂട്രൺ സ്ട്രിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ PYQ ഈ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ PYQ അനലൈസ് ചെയ്യും. അതായത് PYQ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്യും. അപ്പം ഏത് ന്യൂട്ടൺ സ്ട്രിങ് ആണ്, എന്തുവാണ് എപ്പോഴും ചോദിച്ചു കൊണ്ടിട്ടുള്ളത് എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമൈൻ വേവ് ലെങ്ത് ഓഫ് എ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതായിരിക്കും എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസിൽ തന്നെ അത് പഠിക്കുക. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫ്രാക്ഷനാണ്. എന്താണ് ഡിഫ്രാക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ ടോപ്പിക്കുണ്ട് പഠിക്കാൻ. എന്ന് വെച്ചാൽ ഈ ടോപ്പിക്ക് അവർക്ക് ഏറ്റവും എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറ്റും. അതാണ് എന്ന് വെച്ചാൽ 5 എസ്സേ ടോപ്പിക്കുള്ള 1, 2, 3, 4, 5. ഇത് യഥാർത്ഥത്തിൽ 5 അല്ല, 5 കൂടുതൽ എസ്സേ ടോപ്പിക്കുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രെനൽസ് എക്സ്പ്ലനേഷൻ ഓഫ് റെക്ടീലിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ആണ് ഫസ്റ്റ്. പിന്നെന്താണ് ഡിഫ്രാക്ഷൻ അറ്റ് എ സർക്കുലർ പേച്ച് സ്ട്രെയിറ്റ് എഡ്ജ്. ഫ്രെൻഹോഫറിൻ്റെ എന്താണ് സിംഗിൾ സ്ലിറ്റും പഠിക്കണം, ഡബിൾ സ്ലിറ്റും പഠിക്കണം. ഞാനിത് ഡബിൾ സ്ലിറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. പക്ഷേ ഡബിൾ സ്ലിറ്റ് നമുക്ക് PYQ നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് കണക്ക് പ്ലെയിൻ ട്രാൻസ്മിറ്റൻ ഗ്രേറ്റിംഗ്. എന്താണ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ആണ് ചോദിക്കുന്നത്. അപ്പം ഡിഫ്രാക്ഷൻ നിങ്ങൾ ബാക്കി എല്ലാ പാഠം പഠിച്ചതിന് ശേഷം പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 5 എസ്സേ ഉണ്ട്. ഇത് എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ട്രാൻസ്മിറ്റൻ ഗ്രേറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം മറ്റേ ഫ്രെൻഹോഫറിൻ്റെ സിംഗിൾ സ്ലിറ്റോ ഡബിൾ സ്ലിറ്റോ ഒക്കെ ചോദിക്കാം. എല്ലാത്തിനും ഒരു ഈക്വൽ പ്രയോറിറ്റി തന്നെ ആയിരിക്കും ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. കാരണമെന്ന് വെച്ചാൽ 5 എസ്സേ ഉണ്ടല്ലോ. നമുക്ക് ബാക്കി ചാപ്റ്ററിലേക്ക് പോവാം. അതുപോലെ നിങ്ങൾക്കൊന്ന് ഫിസിക്സിൻ്റെ നോട്ട് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ ഇതാണ്, ഇത് കൊടുത്തിട്ടുണ്ട്. 9645460484 ആണ്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് S6 ഒക്കെ അല്ലേ, S6ൻ്റെ എക്സാം ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. S6ൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും നമുക്ക് ടോപ്പേഴ്സ് നോട്ട്സ് അവൈലബിൾ ആണ്. മാഗ്നറ്റിസം ഒരുവിധം നമുക്ക് അത്യാവശ്യം കിട്ടേണ്ട ടോപ്പിക്കാണ്. എന്താണ് മാഗ്നറ്റിസം അത് ആദ്യമേ കുറേ ടേംസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താണ് ഇപ്പം മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് പെർമിബിലിറ്റി, സക്സസിബിലിറ്റി, അങ്ങനെ കുറേ ടോപ്പിക്കൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മിക്കവാറും 2 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. മിക്കവാറും അല്ലാതെ 2 മാർക്കിനും പ്രോബ്ലം സെക്ഷനിലുമാണ് നോക്കുന്നത്. അതിൻ്റെ എല്ലാതും നമ്മൾ പഠിച്ചു വെച്ചേക്കണം. നമ്മൾ മറ്റേ മുമ്പേ ഇട്ടിട്ടുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ പഠിക്കണമെന്ന്. അതായത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, മാഗ്നറ്റിസം എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്. ഇതൊക്കെ 2 മാർക്കിന് ക്വസ്റ്റ്യന് ചോദിക്കുന്ന സാധനമാണ്. അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ആൻറ്റിഫെറോമാഗ്നറ്റിക്, ഫെറിക് മാഗ്നറ്റിസം. ഈ 5 മാഗ്നറ്റിസവും പഠിച്ച് വെച്ചു. ചിലപ്പോൾ 2 കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കും. പിന്നെ ചോദിക്കുന്നതാണ് ഇലക്ട്രോൺ തിയറി ഓഫ് മാഗ്നറ്റിസം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡൊമൈൻ തിയറിയും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഡൊമൈൻ തിയറിയും നോക്കി വെച്ചേക്കുക. ഡൊമൈൻ തിയറി ഓഫ് ഫെറോ മാഗ്നറ്റിസവും സമയമുണ്ടെങ്കിൽ മാത്രം നോക്കുക. ഇത് രണ്ടും പഠിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം നോക്കുക. പിന്നെ ആദ്യം പറഞ്ഞ കുറേ ടേം വേണമെങ്കിൽ അവർക്ക് എസ്സേ എങ്ങനെ ചോദിക്കാം, 50 മാർക്കിന് അത് ഇത്രയും ഡിഫൈൻ ചെയ്ത് അതിൻ്റെ ഇക്വേഷനൊക്കെ എഴുതാൻ ചോദിക്കാം. പിന്നെ അതിൽ നിന്ന് 4 മാർക്കിനും ചോദിക്കാം. ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സിൽ നിന്ന് നമ്മൾ റൂബി ലേസർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് PYQ ചെയ്യുമ്പോൾ നോക്കാം. റൂബി ലേസർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ LCR സർക്യൂട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. LCR സർക്യൂട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ
പിന്നെ പറയാനുള്ളത് എ സി സർക്യൂട്ട്സ് കണ്ടെയ്ൻ പ്യുവർ റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ്. ഈ മൂന്നും ചോദിച്ച് ഒരു പ്രാവശ്യം 50 മാർക്കിന് ഇത് മൂന്നും എഴുതാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? LCR സർക്യൂട്ടാണ്. ഓക്കെ, പിന്നെ രണ്ടെണ്ണം വരുന്നത് അധികം ചോദിച്ച് കണ്ടിട്ടില്ല. മെയിനായിട്ട് ചോദിക്കുന്നത് LCR സർക്യൂട്ടാണ്. അതിൻ്റെ സീരീസ് റെസൊണൻസ് നോക്കണം. ഈ റെസൊണൻസും ചിലപ്പം അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും LCRൻ്റെ കൂടെ. ഈ 3 ക്വസ്റ്റ്യൻ, അതായത് ഈ 3 പോയിൻ്റ് എന്തായാലും നോക്കുക. ട്രാൻസ്ഫോമേഴ്സും കുറേ വർഷമായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, ചിലപ്പോൾ ഈ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു 2020 ക്വസ്റ്റ്യൻ പേപ്പർ 19 ആ ടൈമിലെ മെയിൻ ക്വസ്റ്റ്യൻ ആയിരുന്നു ട്രാൻസ്ഫോമേഴ്സ്. ഇനി നമുക്ക് PYQ നോക്കാം. ഓക്കെ, നമ്മൾ 2024 PYQ ആണ്. ന്യൂട്ടൺ സ്ട്രിങ് ആണ്. ശ്രദ്ധിക്കുക. ഹൗ ക്യാൻ ബി ഡിറ്റർമൈൻ ദ വേവ് ലെങ്ത് ഓഫ് ദ മോണോക്രോമാറ്റിക് ലൈറ്റ്. ഇത് തന്നെ ആയിരിക്കും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ചെയ്യാൻ. ആദ്യമേ ഇതിൻ്റെ എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ദ ന്യൂട്ടൺ സ്ട്രിങ് തിയറി എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം എന്താണ് ഈ ഡിറ്റർമൈൻ ദ വേവ് ലെങ്ത് ഓഫ് ദ മോണോക്രോമാറ്റിക് ലൈറ്റും എഴുതാൻ ശ്രമിക്കുക. ഡബിൾ സ്ലിറ്റ് ആണ്, ഫ്രണ്ട് ഹോഫർ ആണ് ചോദിച്ചേക്കുന്നത്. ഡയാമാഗ്നറ്റിസവും പാരാമാഗ്നറ്റിസവും ആണ് ചോദിച്ചേക്കുന്നത്. പിന്നെ LCR സർക്യൂട്ടും ചോദിച്ചിട്ടുണ്ട്. ഇംപിഡൻസ് റെസൊണൻസ് ഓഫ് ഇൻ ദ സർക്യൂട്ടാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും ചോദിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും ചോദിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഹോഫറിൻ്റെ സിംഗിൾ സ്ലിറ്റ് ചോദിച്ചിട്ടുണ്ട്. അറ്റ് സ്ട്രെയിറ്റ് എഡ്ജ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫെറോമാഗ്നറ്റിസം ഇതായിരിക്കും ചോദിക്കുന്നത്. ഡൊമെയിൻ തിയറി ആൻഡ് ആൾസോ എക്സ്പ്ലെയിൻ ദ ക്യൂറി ടെമ്പറേച്ചർ. പ്രോപ്പർട്ടീസ് ഓഫ് ഫെറോമാഗ്നറ്റിസം എഴുതണം. ഇതിന് ഇപ്പം ഫിഗറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം LCRനൊക്കെ ഫിഗർ ഉണ്ടല്ലോ, ഫിഗർ ഉണ്ടെങ്കിൽ അതിപ്പം ന്യൂട്ടൺ സ്ട്രിങ് ആയാലും LCR ആയാലും ഫിഗറൊക്കെ ഉണ്ടെങ്കിൽ ഫിഗർ അതേ കണക്ക് വരയ്ക്കുക. കാരണം ഫിഗറിന് മാർക്കുണ്ട്. LCR വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ റെസൊണൻറ്റ് ഫ്രീക്വൻസി ആൻഡ് ഇംപിഡൻസ് അറ്റ് റെസൊണൻസ്. Discuss the theory of interference in the transparent due to reflected light and obtain the intensity of maximum and minimum. Analytic theory of interference. ഇനി explain the formation of the Newton string. How can we wavelength of the monochromatic light. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ന്യൂട്ടൺ സ്ട്രിങ് തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ന്യൂട്ടൺ സ്ട്രിങ് ആയിരിക്കും റിപ്പീറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ന്യൂട്ടൺ സ്ട്രിങ്ങും LCR ആയിരിക്കും. പിന്നെ ഡിഫറൻഷൻ ഓഫ് എ ഡബിൾ സ്ലിറ്റ്, തിയറി ഓഫ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്, ഹൗ ക്യാൻ ബി വേവ് ലെങ്ത് ഓഫ് ഗ്രേറ്റിംഗ് അത് നോക്കണം. മാഗ്നറ്റിസം നോക്കണം. ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ തിയറി നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് റെസിസ്റ്റൻ്റ് ഉള്ളിൽ കപ്പാസിറ്റൻസ് ഇതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വർക്കിംഗ് ഓഫ് ദ റൂബി ലേസറും നോക്കുമോ. ന്യൂട്ടൺ സ്ട്രിങ് ഏറ്റവും തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഡബിൾ സ്ലിറ്റ് റിപ്പീറ്റിംഗ് ആണ്. പ്ലെയിൻ ട്രാൻസ്മിറ്റിംഗ് ഗ്രേറ്റിംഗ് ഇത് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റിംഗ് അല്ലേ. റൂബി ലേസർ ഇതാണ് നമ്മുടെ ലാസ്റ്റ്. നമ്മളൊരു 5-4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പം ലൈറ്റ് പ്രൊപ്പഗേഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ മെൻഷൻ ഇൻ ആപ്ലിക്കേഷൻ ഇത് അങ്ങനെ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്കും. ഇത് 4 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഡിസ്ക്രൈബ് ബ്രീഫ്ലി അബൌട്ട് ദ ലൈറ്റ് പ്രൊപ്പഗേഷൻ ഇൻ ഒപ്റ്റിക്കൽ മെൻഷൻ ഇൻ ആപ്ലിക്കേഷൻ ഇത് 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നീ ഡയഗ്രാംസും ട്രാൻസ്ഫോമേഴ്സ് ചിലപ്പോൾ ഈ പ്രാവശ്യം ട്രാൻസ്ഫോമേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കുറേ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ നോക്കുക. പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആൻഡ് ഡിസ്ക്രൈബ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഡിറ്റർമിനിങ് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസിങ് ദ ഗ്രേറ്റിംഗ് ഇത് നോക്കുക. സോഫ്റ്റ് തിൻ ഫിലിംസും നോക്കുക. ഇപ്പം നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ നോക്കണമെന്ന്. നിങ്ങൾക്ക് എന്തോ ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് PYQ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും തോന്നി ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചേക്കുക. അതായത് ഇപ്പോൾ ന്യൂട്ടൺ സ്ട്രിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അതായത് മിക്ക സർക്കുലർ റെക്റ്റാങ്കിളിന് ഇത് ചോദിച്ചിട്ടില്ല. സ്ട്രെയിറ്റ് എഡ്ജ് ചോദിച്ചിട്ടുണ്ട്. സിംഗിൾ സ്ലിറ്റ് അല്ലെങ്കിൽ ഡബിൾ സ്ലിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇതും ചോദിച്ചിട്ടുണ്ട്. പ്ലെയിൻ ട്രാൻസ്മിറ്റിംഗ് ഗ്രേറ്റിംഗും ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റിസം ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇരുന്നൊന്ന് പഠിക്കുക. പിന്നെ ഡൊമെയിൻ തിയറിയും നോക്കുക. റൂബി ലേസറും ചോദിച്ചിട്ടുണ്ട്.
പിന്നെ ഇതും എന്ന് നോക്കുക. എന്നാണ് ഈ 3 1 2 3 നോക്കുക. പിന്നെ പ്യുവർ ഇൻഡക്റ്റൻസ് ഇത് പഠിച്ചു തീർന്നതിന് ശേഷം ഇത് നോക്കുക. എന്നിട്ട് ട്രാൻസ്ഫോമേഴ്സ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് PYQ അനലൈസ് ചെയ്താൽ മതി. ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് വല്ലതും വേണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ഈ നമ്പർ 9645460484 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്.